സമരം അവസാനിപ്പിക്കുന്നതിലെ തീരുമാനം ജനറൽ ബോഡിക്ക് ശേഷമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കാൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഒരു മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കും. വകുപ്പ് മേധാവികൾ വിദ്യാർത്ഥികളുടെ അവധി ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച ഫലപ്രദമായിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവർ സമരം ഭാഗികമായി പിൻവലിച്ചു. പൂർണ്ണമായും പിൻവലിക്കുന്ന കാര്യത്തിലും ഇനി എന്ത് തുടർ പ്രക്ഷോഭങ്ങൾ വേണമെന്ന കാര്യത്തിലും യോഗത്തിന് ശേഷം തീരുമാനമെന്നതാണ് അവർ വിശദീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഉറപ്പുകളാണ് ഇന്ന് ഇവർ ഉന്നയിച്ച വിഷയങ്ങളിൽ മന്ത്രി നൽകിയിട്ടുള്ളത്? പ്രധാനമായി നിലവിൽ ഹൗസ് സർജന്മാരുടെയും PG ഡോക്ടർമാരുടെയും ഡ്യൂട്ടി സമയത്തിലും അവരുടെ വീക്ക്ലി ഓഫ് തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ റെഗുലേഷൻ നിലവിലില്ല എന്നുള്ളത് ഒരു പ്രശ്നമായി നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി നിയോഗിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ കമ്മിറ്റി നിയോഗിക്കുന്നതിലൂടെ തന്നെ കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് തരുന്നതിനനുസരിച്ച് ആ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പാക്കാം എന്നുള്ളതാണ് ഉറപ്പായി നൽകിയിരിക്കുന്നത്. കൂടാതെ ഹൗസ് സർജന്മാരുടെ പ്രശ്നങ്ങൾ ഈ കമ്മിറ്റി പൂർണ്ണമായി പരിശോധിക്കും. റെസിഡൻസ് മാനുവൽ കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടിയന്തരമായി തന്നെ DMEക്ക് ഈ സർക്കുലർ ഇറക്കും. റെസിഡൻസ് മാനുവൽ സംബന്ധിച്ച സർക്കുലർ ഇറക്കും. വകുപ്പ് മേധാവികൾ വിദ്യാർത്ഥികളുടെ അവധി ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. പല PG ഹൗസ് സർജൻ വിദ്യാർത്ഥികളും വീക്ക്ലി ഓഫ് പോലും ലഭിക്കാതെ ജോലി ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും അതിന് പരിഹാരം കാണേണ്ടത് വകുപ്പ് മേധാവികളാണ്. കൃത്യമായി വകുപ്പ് മേധാവികൾ ലീവും അവധിയും അടക്കം നൽകണമെന്നുള്ള നിർദ്ദേശവും മന്ത്രി നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഹൗസ് സർജന്മാരും PG ഡോക്ടർമാരും ഉന്നയിച്ച ഒരുവിധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം കണ്ടിട്ടുണ്ട്. ഇനി ഈ മാനുവൽ അടക്കം, അതായത് അവരുടെ ഹൗസ് സർജന്മാരുടെ റിസൺ മാനുവൽ അടക്കം പരിഷ്കരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. കൂടാതെ മരിച്ച ഡോക്ടറുടെ കുടുംബാംഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അതും സ്വാഭാവികമായി ക്യാബിനറ്റിൽ വരേണ്ട വിഷയമാണ്. അത് ക്യാബിനറ്റിൽ പരിശോധിക്കുമെന്നുള്ള ഉറപ്പ് നൽകി. അതുകൊണ്ട് തന്നെ നിലവിൽ OP ബഹിഷ്കരണ ഡ്യൂട്ടി മാത്രമാണ്, ബഹിഷ്കരിക്കുന്ന സമരം മാത്രമാണ് ഇവർ തുടരുന്നത്. മറ്റു സമരങ്ങളെല്ലാം പിൻവലിച്ചിട്ടുണ്ട്. എങ്കിലും OP ബഹിഷ്കരണ സമരം പിൻവലിക്കണമോ എന്നുള്ള കാര്യം വൈകിട്ട് ചേരുന്ന ജനറൽ ബോഡി യോഗത്തിന് ശേഷം അറിയിക്കുമെന്നാണ് ഹൗസ് സർജന്മാർ അറിയിച്ചിട്ടുള്ളത്. ഉമേഷ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും അഡ്രസ് ചെയ്യാം എന്ന തരത്തിലുള്ള പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ആരോഗ്യമന്ത്രി അത്തരമൊരു ഉറപ്പ് അവർക്ക് നൽകിയിട്ടുണ്ട്. ഈ കമ്മിറ്റി രൂപീകരിച്ച് അത് ഒരു മാസത്തിനകം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ആ കാര്യങ്ങളിലൊക്കെ ഒരു തുടർ നടപടികൾ ഉണ്ടാവുക. അപ്പോൾ ഒരു മാസം OP ബഹിഷ്കരിച്ച സമരം എന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ആരോഗ്യമന്ത്രിയുടെ ഈ ഉറപ്പ് വിശ്വസിച്ച് പൂർണ്ണമായും സമരരംഗത്ത് നിന്ന് പിന്മാറി അതിന്റെ തുടർ നടപടികൾ നോക്കിയതിന് ശേഷം മറ്റു കാര്യങ്ങൾ എന്ന നിലയിലേക്ക് വരാനുള്ളൊരു സാധ്യത തന്നെയല്ലേ ഉള്ളത്? തീർച്ചയായും. കാരണം നമുക്കറിയാം, നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഒരു നെടുന്തൂണ് തന്നെയാണ് റെസിഡൻസ് ഡോക്ടർമാരും PG ഡോക്ടർമാരും. അവർ പൂർണ്ണമായി ആരോഗ്യ സേവനങ്ങളിൽ നിന്ന് വിട്ടുനിന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങളെ, ദൈനംദിന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനം, അതായത് OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ള നിർദ്ദേശം മന്ത്രി അത്തരമൊരു അഭ്യർത്ഥന മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരുപക്ഷെ വീക്ക്ലി ഓഫ് ഓർഡർ സംബന്ധിച്ച ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് DME ഇന്ന് തന്നെ ഓർഡർ ഇറക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. DMEയുടെ ഓർഡർ ഒരുപക്ഷെ വരുന്നതോടുകൂടി അത്തരമൊരു ഇവരുടെ ഒരു ആവശ്യം ഒരു പരിധിവരെ പെട്ട രീതിയിൽ വിലയിരുത്താം. അങ്ങനെയാണെങ്കിൽ DMEയുടെ ഓർഡർ ഇന്ന് തന്നെ ഇറങ്ങുന്നതിനനുസരിച്ച് അത് ജനറൽ ബോഡിയുടെ തീരുമാനത്തിന്റെ ഭാഗമായി ഈ OP ബഹിഷ്കരണ സമരരീതിയും പിൻവലിക്കാൻ സാധ്യതയുണ്ട്. കാരണം കമ്മിറ്റി അതിനുശേഷം ഒരു പക്ഷെ നിർത്തിവെക്കുക എന്നുള്ള നിലപാടിലായിരിക്കും പോവുക. കമ്മിറ്റിയുടെ റിപ്പോർട്ടിനനുസരിച്ച് ഇവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി നടപ്പായില്ല എങ്കിൽ പിന്നീട് സമരം എന്നുള്ള നിലപാടിലേക്ക് പോകും. അങ്ങനെയാണ് നിലവിൽ IMEയും KGMEയും അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസം സമരം പിൻവലിച്ചതും ഇതേ രീതിയിലായിരുന്നു. ഒരുപക്ഷെ അതേ രീതിയിൽ തന്നെ PG ഡോക്ടർമാരും റെസിഡന്റ് ഡോക്ടർമാരും പോകും. മാത്രവുമല്ല, കോടതിയിൽ സമരത്തിനെതിരെ കോടതി പോലും അതിനനുകൂലമായ ഒരു തീരുമാനമല്ല അല്ലെങ്കിൽ നിലപാടല്ല സ്വീകരിച്ചത്. സമരം തുടരുന്നതിൽ ഒരു അതൃപ്തി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നമ്മുടെ സംവിധാനങ്ങൾ ഇവർ ഉയർത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തിന് സമരം എന്നൊരു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സമരം അവസാനിപ്പിക്കാൻ, OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള സമര രീതികൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നടപ്പിലാകുന്നതിന് കാത്തിരിക്കാൻ ഡോക്ടർമാർ തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.